Welcome to a supplementary video by the English EduSpot to the 10th Standard English Class Part 48 by Victor's Channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 48-ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ പോയട്രി എന്ന കവിതയുടെ അവസാന സ്റ്റാൻസയിലെ വരികളാണ് വിശദീകരിച്ചത്. നമുക്കാദ്യം ആ വരികൾ വായിച്ച് അവയുടെ അർത്ഥതലങ്ങളൊന്ന് പരിശോധിക്കാം. And I, infinitesimal being, drunk with a great starry void, likeness, image of mystery, felt myself a pure part of the abyss. I wheeled with the stars, my heart broke loose on the wind. ഇവിടെ കവി വിശാലമായ പ്രപഞ്ചത്തോടും അതിലെ സകലമാന വസ്തുക്കളോടും സ്വയം കമ്പയർ ചെയ്തുകൊണ്ട് കവിയുടെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. ആൻഡ് ഐ, ഞാനെന്ന വ്യക്തി, ഇൻഫിനിറ്റേസിമൽ ബീയിങ്, വാനിഷിംഗ്ലി മൈന്യൂട്ട്, കാണാൻ കഴിയാത്തത്ര, അളക്കാൻ കഴിയാത്തത്ര നിസാരമായ ചെറുതായ ഒരു ജീവിയാണ്, ഒരു വസ്തുവാണ്. ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്, ആകാശവും അതിൽ അതിമനോഹരമായ നക്ഷത്രങ്ങളും നിറഞ്ഞ, നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ വിശാലമായ ആകാശത്തിൻ്റെ ഭംഗി കണ്ട് അതിൽ മതിമറന്നു നിൽക്കുന്ന, ഉന്മാദം കൊണ്ട ഒരവസ്ഥയിലാണ് ഞാൻ. ഡ്രങ്ക്, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഉന്മാദാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലൈക്നെസ്, ഞാനൊരു സിമിലാരിറ്റിയാണ്, ഞാൻ സിമിലറാണ്. ഇമേജ് ഓഫ് മിസ്റ്ററി, നിഗൂഢതയുടെ ചിത്രത്തിൻ്റെ, അജ്ഞതയുടെ ചിത്രത്തിൻ്റെ, അറിവില്ലായ്മയുടെ പ്രതീകമായ ഞാൻ, അങ്ങനെയുള്ള വളരെ നിസ്സാരമായ ഒരു ജീവിയായ ഞാൻ ആകാശത്തിൻ്റെ ഭംഗിയിൽ ഉന്മാദം കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. അങ്ങനെയുള്ള ഞാൻ ഫെൽറ്റ് മൈസെൽഫ്, എനിക്ക് സ്വയം തോന്നുന്നു ഇപ്പോൾ, എ പ്യൂർ പാർട്ട് ഓഫ് ദി അബിസ്, പാതാളത്തിൻ്റെ പോലും അവിഭാജ്യമായ ഒരു ഭാഗമായി ഞാൻ മാറി എന്ന്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രപഞ്ചത്തെ നാം ഒരു സർക്കിളായിട്ട് സങ്കല്പിക്കുക. അതിൻ്റെ ഒരറ്റം മുകൾ വശം തൊട്ട് അതിൻ്റെ താഴെ തട്ട് വരെയുള്ള എല്ലാ ഭാഗത്തിൻ്റെയും, അതിലടങ്ങുന്ന സകല വസ്തുക്കളുടെയും ഒരു ഭാഗമായി ഇപ്പോൾ കവിക്ക് തോന്നുന്നു. സെനിറ്റ്സ് എന്നുള്ളതാണ് ഏറ്റവും മുകളിലുള്ള ഒരു പോയിന്റ്, ടോപ്പ് മോസ്റ്റ് പാർട്ട്. അതിനും അപ്പുറത്തേക്ക് പിന്നെ ഒരു മുകൾ ഭാഗമില്ല. അതാണ് ഒരു അതിര് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ സ്റ്റാറി വോയിഡ്, നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശം, പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മുകൾ തട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. നേരെ താഴെ നൈദർ, ബോട്ടം മോസ്റ്റ് പാർട്ട്, ഏറ്റവും താഴ്ന്ന ഭാഗം, അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു താഴ്ചയില്ല. അതാണ് പരിധി. അതാണിവിടെ അബിസ്, പാതാളം എന്ന് നാം മലയാളത്തിൽ പറയുന്ന ആ അബിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മുകളറ്റം തൊട്ട് താഴെത്തട്ട് വരെ അതിനിടയിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു ഭാഗം കവിയുമായി കഴിഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നുന്നത്. ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്, അതുകൊണ്ട് തന്നെ മനസ്സെപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോഴൊക്കെ നക്ഷത്രങ്ങളോടൊത്ത് സഞ്ചരിക്കാൻ എനിക്ക് സാധിക്കുന്നു. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്, എൻ്റെ ഹൃദയം സകല ബന്ധനങ്ങളിൽ നിന്നും, കെട്ടുപാടുകളിൽ നിന്നും അതെല്ലാം പൊട്ടിച്ച് മോചിതമായി. ഓൺ ദ വിൻഡ്, കാറ്റിനെപ്പോലെ സ്വതന്ത്രമായി. ഇപ്പോൾ എൻ്റെ ഭാവനകൾക്ക് അതിരുകളില്ല. എൻ്റെ ഭാവനകൾക്ക് പുതുജീവനും പുതുചിറകുകളും മുളച്ചിരിക്കുന്നു. എങ്ങോട്ട്, എപ്പോൾ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി, എനിക്ക് പറന്നുയരാൻ കഴിയും. കാറ്റിനെപ്പോലെ ഞാൻ സ്വതന്ത്രമാണ്, എൻ്റെ ചിന്തകളും എൻ്റെ മനസ്സും ഭാവനയും. ഈ വരികളിലും അലിറ്ററേഷൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ 1-2 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പ്യൂർ പാർട്ട്, പ് സൗണ്ടുകൾ ആവർത്തിക്കുന്നു. വീൽഡ് വിത്ത്, വ് സൗണ്ടുകൾ ആവർത്തിച്ച് അലിറ്ററേഷൻ തീർക്കുന്നു. ഇനി ഈ വരികളുടെ പാരഫ്രേസിംഗ് ഒന്ന് പരിശോധിക്കാം. കവിയുടെ അനുഭവങ്ങളുടെ 3-ാം ഘട്ടം. The poet considers himself to be
a very minute and insignificant being as compared to the vast universe. വിശാലമായ പ്രപഞ്ചത്തോട് കവിയെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയ ആൻഡ് ഇൻസിഗ്നിഫിക്കൻറ്റ്, അപ്രധാനം, അപ്രസക്തമായ ഒരു ജീവിയായിട്ടാണ്. He is almost intoxicated with a wide and starry sky. നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ വിശാലമായ ആകാശത്തിൻ്റെ ഭംഗിയിൽ അദ്ദേഹം ഇൻടോക്സിക്കേറ്റഡ് ആണ്, മതിമറന്ന, ഉന്മാദം കൊണ്ട, ഡ്രങ്കായ അവസ്ഥയിലാണ്. When the poet started writing poetry, he reached another world that was full of mystery and imagery. കവിത രചിക്കാൻ തുടങ്ങിയതോടുകൂടി കവി മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. ആ ലോകം നിഗൂഢതയുടെയും അനിർവചനീയമായ ഇമേജുകളുടെയും ഒരു പുതുലോകമായിരുന്നു അദ്ദേഹത്തിന്. He wheeled with the stars and his emotions traveled freely in the boundless sky. അതിരുകളില്ലാത്ത ആകാശത്ത് നക്ഷത്രങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ കവിക്ക് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻസ്, ഭാവനകളും വികാരങ്ങളും ആ നക്ഷത്രങ്ങളോടൊപ്പം ആകാശത്ത് സഞ്ചരിക്കുന്നു. He himself felt to be part and parcel of everything in this universe, from boundless and starry sky to the fathomless abyss. കവിക്ക് ഇപ്പോൾ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ഒരു ഭാഗമായിട്ടാണ് സ്വയം തോന്നുന്നത്. നക്ഷത്രങ്ങൾ നിറഞ്ഞ വിശാലമായ ആകാശം തൊട്ട് ഫാത്തംലെസ് അബിസ്, ആഴമളക്കാൻ കഴിയാത്ത പാതാളം വരെ, അതിനിടയിലുള്ള സകല വസ്തുക്കളും തൻ്റെയും കൂടെ ഒരു ഭാഗമാണെന്ന് കവി അനുഭവിച്ചറിയുന്നു. His heart broke loose and started flying with wind. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോൾ മോചിതമാണ്. സകല ബന്ധനങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് കാറ്റിനെപ്പോലെ കാറ്റിനോടൊത്ത് സഞ്ചരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന്, ഭാവനയ്ക്ക് കഴിയുന്നു. ആൻഡ് ഹിസ് ഫീലിങ്സ് ഹാഡ് നോ ബൗണ്ട്സ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഇപ്പോൾ അതിരുകളില്ല, പരിധികളില്ല. He became a poet with unending imaginations. അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ഭാവനകൾ കൈവന്ന ഒരു കവിയായി അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നർത്ഥം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ അസൈൻമെൻറ്റ്: പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം പോയട്രി, ഫോക്കസിംഗ് ഓൺ ദ തീം, മെസ്സേജ്, പോയറ്റിക് ഡിവൈസസ്, etc. Poetry, a note of appreciation. The poem Poetry is written by the very famous Chilean poet Pablo Neruda. The ecstatic feeling that the poet experienced when he was embraced by the poetic creativity is celebrated in the poem. കവിയാകാൻ മോഹിച്ച പാബ്ലോ നെരൂദ എന്ന ചിലിയൻ കവിക്ക് കവിത എഴുതാനുള്ള സിദ്ധി കൈവന്നപ്പോൾ, അത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനിർവചനീയമായ ആഹ്ലാദ അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ വിശദീകരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ തീം ഓഫ് ദ പോയം ആസ് വെൽ. ഇതുതന്നെയാണ് ഈ കവിതയുടെ ആശയവും. ദിസ് പോയം ഈസ് കമ്പോസ്ഡ് ഇൻ ദ ഫ്രീ വേഴ്സ് സ്റ്റൈൽ, സോ ദാറ്റ് ദ പോയം ഡസ് നോട്ട് ഹാവ് എ കൺസിസ്റ്റൻറ്റ് സ്റ്റാൻസ സിസ്റ്റം, മീട്രിക് പാറ്റേൺ ആൻഡ് റൈം സ്കീം. ഈ കവിത ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യതയാർന്ന സ്റ്റാൻസ സിസ്റ്റമോ, വരികൾക്ക് കൃത്യമായ ലെങ്ത്, മീട്രിക് പാറ്റേൺ, അതോടൊപ്പം റൈം സ്കീം, ഇതൊന്നും കാണാൻ കഴിയില്ല. There are 3 stages of the poet's experiences depicted in this poem. കവിയുടെ അനുഭവങ്ങളുടെ 3 ഘട്ടങ്ങളാണ് ഈ കവിതയിലൂടെ വിശദീകരിക്കുന്നത്, കവിത ചിത്രീകരിക്കുന്നത്. The period when he wished to become a poet. ഒരു കവിയാകാൻ കവി മോഹിച്ചു നടന്ന കാലം. When poetry arrived and touched him. പിന്നെ കവിത അദ്ദേഹത്തെ തേടി വന്ന് പുൽകിയ കാലം. And he composed his first faint lines. അവസാനം
അദ്ദേഹത്തിൻ്റെ അവ്യക്തമെങ്കിലും ആദ്യ വരികൾ കുറിച്ച കാലം. The poet says that the poetry arrived in search of him and touched him. കവി പറയുന്നത് കവിത അദ്ദേഹത്തെ തേടി വന്ന് അദ്ദേഹത്തെ പുൽകി എന്നാണ്. But he does not know where it came from, when and how. എന്നാൽ അദ്ദേഹത്തിന് അറിയില്ല എവിടെ നിന്ന്, എപ്പോൾ, എങ്ങനെ അത് വന്നു എന്ന്. He was a man without a face before the arrival of poetry. കവിത അദ്ദേഹത്തിലേക്ക് എത്തും മുമ്പ് അദ്ദേഹം മുഖമില്ലാത്ത, ആരും അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു. എ മാൻ വിത്ത് നോ നെയിം ഓർ ഫെയിം, പേരും പ്രശസ്തിയും കൈവന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. When it touched him, he became a dumb and blind person. കവിത അദ്ദേഹത്തെ സ്പർശിച്ചപ്പോൾ അദ്ദേഹം അന്ധനെപ്പോലെ, സംസാരിക്കാൻ കഴിവില്ലാത്തവനെ പോലെയായി. But he felt something started in his soul. എന്നാൽ തൻ്റെ ആത്മാവിൽ, തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. He could not name exactly what it was. എന്തായിരുന്നു ആ സംഭവിച്ച മാറ്റം എന്നുള്ളത് പേരെടുത്ത് പറയാൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല. It was something like fever, that is poetic passion, or forgotten wings, that is nameless emotions or inborn but unknown abilities. ആ മാറ്റം ഒരുപക്ഷെ ഒരു പോയറ്റിക് പാഷൻ, കവിതയോടുള്ള അടങ്ങാത്ത അഭിനിവേശം, ആവേശം, അതൊരു ഫീവർ പോലെ അദ്ദേഹത്തിന്, ഒരു ജ്വരം പോലെ അനുഭവപ്പെട്ടു. അതല്ലെങ്കിൽ ഫോർഗോട്ടൺ വിങ്സ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന നെയിംലെസ് ഇമോഷൻസ്, പേര് പറയാൻ കഴിയാത്ത ചില വികാരങ്ങൾ, ഓർ ഇൻബോൺ ബട്ട് അൺനോൺ അബിലിറ്റീസ്, ജന്മന അദ്ദേഹത്തിന് കൈവന്ന എന്നാൽ അറിയപ്പെടാതെ പോയ സിദ്ധി, ഫോർഗോട്ടൺ വിങ്സ്, ഇതൊക്കെ ആയിരിക്കാം ആ സംഭവിച്ചത് എന്ന് അദ്ദേഹം കരുതുന്നു. ഡിസൈഫറിങ് ദാറ്റ് പോയറ്റിക് പാഷൻ ഓർ ഫയർ, എന്തായാലും മനസ്സിലുണ്ടായ ആ പോയറ്റിക് ഫയർ, ആ ജ്വരം, ആ തീഷ്ണമായ ആവേശം, അത് മനസ്സിലാക്കിക്കൊണ്ട് he wrote his first lines. അദ്ദേഹം തൻ്റെ ആദ്യ വരികൾ കുറിച്ചിട്ടു. The line seemed faint and substance free. വളരെ അവ്യക്തവും ദുർബലവും കഴമ്പില്ലാത്ത വരികളുമായി അദ്ദേഹത്തിന് ആദ്യം തോന്നി. പ്യുവർ നോൺസെൻസ്, ഒരുപക്ഷെ അത് പമ്പര വിഡ്ഢിത്തമായിരിക്കാം. ഓ പ്യുവർ വിസ്ഡം ഓഫ് സമൺ ഹൂ ന്യൂ നത്തിങ്, കൂടുതലൊന്നും അറിയാത്ത, പരിചയമില്ലാത്ത ഒരു തുടക്കക്കാരൻ്റെ ചെറിയ ബുദ്ധി മാത്രമായിരിക്കാം ആ വരികൾ. When he wrote his lines, he could suddenly saw the heavens opened in front of him. എങ്ങനെയാണെങ്കിലും തൻ്റെ ആദ്യ വരികൾ അദ്ദേഹം കുറിച്ചപ്പോൾ സ്വർഗ കവാടങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ട പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. He could see everything in this universe from planets to palpitating plantations. ആകാശഗോളങ്ങൾ തൊട്ട് ഭൂമിയിലെ ഇളകിയാടുന്ന തോട്ടങ്ങൾ വരെ അദ്ദേഹത്തിന് ദൃശ്യമായി. Though he was an infinitesimal being and similarity of ignorance, he could enjoy the beauty of the starry sky and feel himself to be a part of the universe from top to bottom. പ്രപഞ്ചവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിസാരമായ, വളരെ ചെറിയ ഒരു ജീവിയാണ് കവിയെങ്കിലും, സിമിലാരിറ്റി ഓഫ് ഇഗ്നറൻസ്, അജ്ഞതയുടെ പ്രതീകമാണ് താനെങ്കിലും, മനോഹരമായ വിശാലമായ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ സാധിച്ചു. മാത്രമല്ല പ്രപഞ്ചം അതിൻ്റെ മുകൾത്തട്ട് തൊട്ട് അടിത്തട്ട് വരെ അതിൻ്റെ എല്ലാ വശത്തിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും ഒരു ഭാഗമാണെന്ന്, താനും പ്രപഞ്ചത്തിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണെന്ന് കവിക്ക് തോന്നി. He could travel with the stars and his heart became as free as the wind. നക്ഷത്രങ്ങളോടൊത്ത് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം കാറ്റിനെപ്പോലെ സ്വതന്ത്രമായി. This poem is in the free verse style. ഈ കവിത രചിക്കപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ്. Poetry arrived in search of me, it touched me എന്ന് പറയുന്ന ഈ പ്രയോഗങ്ങൾ are examples of personification. The poet doubts whether poetry came from winter or a river. കവിത
അദ്ദേഹത്തെ തേടി വന്നത് വിൻ്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു. വിൻ്റർ ഇൻഡിക്കേറ്റ്സ് എ ഫ്രോസൺ സ്റ്റേറ്റ്. വിൻ്റർ എന്നുള്ളത് തണുത്തുറഞ്ഞ, എല്ലാം നിശ്ചലമായ ഒരു ഫ്രോസൺ, മരവിച്ച ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. ആൻഡ് റിവർ എന്നാൽ റിവർ എന്നുള്ളത് എ ഫ്ലോയിങ് സ്റ്റേറ്റ്, ഒഴുകുന്ന, ചലനാത്മകമായ, വളരെ ആക്റ്റീവായ ഒരവസ്ഥയെയും സൂചിപ്പിക്കുന്നു. ആൻഡ് ദസ് ദ പോയറ്റ് ക്രിയേറ്റ്സ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൺട്രാസ്റ്റ്. അങ്ങനെ വിൻഡ്, റിവർ എന്നീ കോൺട്രാസ്റ്റിംഗ് പ്രയോഗങ്ങളിലൂടെ കോൺട്രാസ്റ്റ് എന്നുള്ള പോയറ്റിക് ഡിവൈസ് മനോഹരമായി കവി ഉപയോഗിക്കുന്നു. എക്സ്പ്രഷൻസ് ലൈക്ക് നോട്ട് വോയിസസ് നോർ സൈലൻസ്, വോയിസോ സൈലൻസോ അല്ല എന്ന് പറഞ്ഞുകൊണ്ടും, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം, നോൺസെൻസ്, വിസ്ഡം എന്നിങ്ങനെ വിപരീത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും, ഫ്രം ദി അതേഴ്സ് ആൾക്കൂട്ടത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്, ഓർ റിട്ടേണിംഗ് അലോൺ അതല്ലെങ്കിൽ തനിച്ച് മടങ്ങുമ്പോൾ, ഈ പ്രയോഗത്തിൽ ആൾക്കൂട്ടവും തനിച്ചും എന്നർത്ഥം വരുന്ന ഓപ്പോസിറ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടും ആർ ഓൾസോ എക്സാമ്പിൾസ് ഓഫ് കോൺട്രാസ്റ്റ്. ഇവയെല്ലാം തന്നെ കോൺട്രാസ്റ്റ് എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ മറ്റുദാഹരണങ്ങൾ കൂടിയാണ്. There are many instances of alliteration such as something started in my soul, fever of forgotten wings, planets palpitating plantations, fire and flowers, etc. ഇതെല്ലാം alliterationൻ്റെ ഉദാഹരണങ്ങളാണ്. The poem is rich with various visual images too. ധാരാളം വിഷ്വൽ ഇമേജുകളും ഈ കവിതയിൽ. The Chilean poet Pablo Neruda, who aspired to make poetry a medium to respond to political inequality and injustice, depicts in the poem the indescribable, ecstatic feelings and experiences he had when he became a poet. രാഷ്ട്രീയമായ അസമത്വങ്ങൾ, അനീതികൾ, ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ കവിതയെ ഒരു മീഡിയമാക്കണമെന്ന് ആഗ്രഹിച്ച ചിലിയൻ കവി പാബ്ലോ നെരൂദ ഒരു കവിയായി മാറിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനിർവചനീയമായ ആവേശത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ കവിതയിലൂടെ വിശദീകരിക്കുന്നത്. At the same time, the revolutionary poet Neruda raises through his lines the voice of protest against the colonialism of the Western forces. അതോടൊപ്പം തന്നെ തൻ്റെ വരികളിലൂടെ പാശ്ചാത്യ അധിനിവേശ ശക്തികളുടെ കോളനിവൽക്കരണം എന്ന അനീതിക്കെതിരെയും വിപ്ലവ കവി നെരൂദ ശബ്ദമുയർത്തുന്നു. ഇതോടെ പോയട്രി എന്ന അതിമനോഹരമായ, വിശാലമായ അർത്ഥതലങ്ങളും സങ്കീർണമായ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന കവിത വിശദീകരിച്ച് പൂർത്തീകരിച്ചു. ഈ കവിത വളരെ ലളിതമായി മലയാളത്തിൽ വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. വിദ്യാർത്ഥികൾ ഈ കവിത ശരിയാം വിധം മനസ്സിലാക്കാൻ നിർബന്ധമായും ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.